നമസ്കാരം. കേരള കണക്റ്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ 12ാമത് ഇന്റർനാഷണൽ യോഗ ഡേ ലോകം ആചരിച്ചു. ഈ 12ാമത് ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നാണ് അതിൻ്റെ ഒരു തീമായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു തീമാണ്. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത്, ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്, രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീം എടുത്ത് 12ാമത് ഇന്റർനാഷണൽ യോഗ ഡേ ലോകം ആചരിച്ച് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ കേരള കണക്റ്റിൽ ഈ തിങ്കളാഴ്ച നമ്മുടെ എപ്പിസോഡുമായിട്ട് വരുമ്പോൾ യോഗയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് അല്ലാതെ മറ്റാരെയാണ് നമുക്ക് ഗസ്റ്റായിട്ട് ക്ഷണിക്കാൻ സാധിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാറുന്ന ജീവിത ശൈലിയിൽ യോഗയുടെ പ്രാധാന്യം എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്, അതായത് 50 വർഷത്തോളമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുകയും ആദ്യത്തെ 10 വർഷം നല്ലൊരു സ്റ്റുഡൻ്റായി യോഗ പഠിച്ച് 40 വർഷമായിട്ട് പഠിപ്പിക്കുകയും യോഗ ആധികാരികമായി തന്നെ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അടക്കം, സെലിബ്രിറ്റീസ്, സിനിമാ താരങ്ങളെ അടക്കം ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുള്ള, അവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു രഹസ്യം ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് ഈ വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കുന്ന അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. എറണാകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രജാപതി യോഗ മെഡിറ്റേഷൻ തെറാപ്പി ആൻഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ സാരഥി കൂടിയായിട്ടുള്ള ഗിരിജ ബി നായർ മാഡമാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത്. അപ്പം നമ്മുടെ സാധാരണ പരിപാടികളിൽ നമ്മുടെ ഗസ്റ്റിനെ സർ, മാഡം എന്നൊക്കെ വിളിക്കുന്ന ഔപചാരികതകളൊക്കെ ഒഴിവാക്കി യോഗ പഠിപ്പിക്കുന്ന ഒരു ആചാര്യയാണ്. അപ്പം നമുക്ക് അമ്മയുടെ സ്ഥാനത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഒപ്പം പ്രേക്ഷകർക്കായി നിങ്ങൾക്കൊക്കെ അറിയാം, ഇതൊരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. 1 മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ നേരിട്ട് വിളിച്ച് ഗിരിജാമ്മയോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. അല്ലാതെ വാട്സാപ്പ് നമ്പറും ഡിസ്പ്ലേയിൽ കാണാം. വാട്സാപ്പായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമ്മുടെ ലൈവിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ടോപ്പിക്ക് മറക്കണ്ട, മാറുന്ന ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അമ്മ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ തീമും വളരെ, എനിക്ക് തോന്നുന്നു, ഒരു വേണമെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് വെച്ച് പറയാവുന്നതാണ്. ഒന്ന്, യോഗ ഫോർ ഹെൽത്തി ഏജിങ്, മാറുന്ന ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യം. ഇത് നമ്മുടെ അൾട്ടിമേറ്റ്ലി ജീവിതം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മൾ ഏജ് ചെയ്യാണ്. പക്ഷേ ആ ഏജ് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും ചെറുപ്പമായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഗസ്റ്റായിട്ടുള്ള അമ്മ തന്നെ. അമ്മയുടെ ഒരു ലൈഫിൽ 50 ഇയേഴ്സ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് യോഗ, എത്ര തരത്തിലുള്ള യോഗ ഉണ്ട്, അമ്മ ഏത് യോഗയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് ഏത് യോഗയാണെന്നൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞ് നമുക്ക് കാഷ്വലി തുടങ്ങാം. യോഗ ബ്രാൻഡ്സ് ഓഫ് യോഗയുണ്ട്, ധാരാളം ബ്രാൻഡ്സ് ഉണ്ട്. രാജയോഗമാണ് ഏറ്റവും മഹത്തായത്. രാജയോഗത്തിൽ അഷ്ടാംഗയോഗമാണ് അതിൻ്റെ ചവിട്ടുപടി. അഷ്ടാംഗയോഗം പഠിച്ച, അതാണ് ഹഠയോഗം എന്ന് പറയും. അത് പഠിച്ച് പ്രാക്ടീസായി ഹഠയോഗമാണ് ഒരു മനുഷ്യനെ മെൻ്റലി ആൻഡ് ഫിസിക്കലി, ഇൻ്റേണലി ആൻഡ് എക്സ്റ്റേണലി ഡിസീസ് ഫ്രീ ആക്കി ഫിറ്റാക്കുന്നത്. ഹഠയോഗം പഠിക്കാത്തവർക്ക് രാജയോഗത്തിൽ പോകാൻ പറ്റില്ല. രാജയോഗം സ്പിരിച്വൽ പാത, അതിൻ്റെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഈ അഷ്ടാംഗയോഗത്തിൽ തെറാപ്പി ട്രീറ്റ്മെൻറ്റാണ് പഠിക്കുന്നത്. ഈ അഷ്ടാംഗയോഗം പഠിക്കണമെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. വെറുതെ അങ്ങൊന്നും പഠിക്കാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബോഡിയെ, അത് പ്രായമില്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് പോലും യോഗാഭ്യാസം പഠിക്കും. ഈവൻ ബെഡ്ഡൻ പേഷ്യൻറ്റിന് പോലും കൊടുക്കാൻ പറ്റും. അത് അവർക്ക് അതിനുള്ള വേരിയേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പ്രായം, നമ്മുടെ ബോഡി സ്ട്രക്ചർ, നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നോക്കിയിട്ട് വേരിയേഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ അല്ലാതെ ഇന്നാർക്ക് മാത്രം യോഗ ഒന്നുമില്ല, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 7 വയസ്സിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കത്തില്ല. 7 വയസ്സിന് ശേഷമേ കുട്ടികൾക്ക് യോഗ പഠിക്കാൻ പാടുള്ളൂ. 7 വയസ്സ് തൊട്ട് 12 വയസ്സിലെ കുട്ടികളെ അവരുടെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ കണ്ട് പഠിക്കും. കുട്ടികൾ പെട്ടെന്ന് പഠിക്കും, അവർ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യും. അവർ ആദ്യം തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത് തെറ്റാന്ന് പറഞ്ഞാൽ അവരെ നിർത്തരുത്. അവർ 2 പ്രാവശ്യം കണ്ട് 3 പ്രാവശ്യം കണ്ട് കഴിയുമ്പോൾ അവർ തന്നെ ബ്രെയിൻ ഉപയോഗിച്ച് കണ്ട് മനസ്സിലാക്കി ചെയ്യണം.
ബ്രെയിൻ ഷാർപ്പൻ ചെയ്യാൻ കൊടുക്കുക. അവർ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ കണ്ടുപിടിക്കേണ്ടി വരും, അവർ കറക്റ്റാക്കും. അപ്പോൾ 12 വയസ്സിൽ തെറ്റ് ചെയ്താൽ ഇപ്പോൾ യാതൊരു കേടുമില്ല. പിന്നെ പ്രായമുള്ളവർക്ക് ഏത് പ്രായത്തോടൊപ്പം യോഗ പഠിക്കാം. മനസ്സ് മതി, പഠിക്കാനുള്ള ആഗ്രഹം മതി. യോഗ വെറും ഒരു വ്യായാമമല്ല, യോഗ തെറാപ്പി ട്രീറ്റ്മെൻറ്റ്. എല്ലാ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ നമ്മുടെ ഭഗവാൻ നമ്മളിൽ തന്നാ വിട്ടേക്കുന്നു. അത് കറക്റ്റ് മെത്തേഡിൽ സയൻറ്റിഫിക് യോഗ ശാസ്ത്രീയമായിട്ട് പഠിച്ച് നമ്മുടെ ഭക്ഷണക്രമം, വ്യായാമം, പിന്നെ സ്വഭാവം, ചിന്ത, അതെല്ലാം ഉൾപ്പെടുത്തും. ഇത് നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം, ഈ യോഗാഭ്യാസത്തിന് പല കാര്യങ്ങളുണ്ട്. മനസ്സുണ്ട്, പ്രാണനുണ്ട്, നമ്മുടെ ആന്തരികവ്യാളൊക്കെ എങ്ങനെ, ഏത് ആസനയ്ക്ക് എങ്ങനെ, എവിടേക്കാണ് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കേണ്ടതും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സർക്കുലേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, പ്രാണായാമം എടുക്കുന്നത് എങ്ങനെയാണ്, പ്രാണായാമം മനസ്സുകൊണ്ട് പ്രാണനെ എടുത്ത് ഏകാഗ്രത കൊടുത്ത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതെല്ലാം ലയിച്ച് ചെയ്യുന്ന ഒരു വ്യായാമമാണ് യോഗാഭ്യാസം. അടുത്ത എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ 7 വയസ്സിന് ശേഷമേ കുട്ടികളെ ഔപചാരികമായിട്ട് നമ്മൾ യോഗ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എത്ര പ്രായം വരെ ഉള്ളവർക്ക്, അതായത് ഇപ്പം വളരെ ഏജ്ഡ് ആയിട്ടുള്ളവരും യോഗ പ്രാക്ടീസ് ചെയ്യാമോ എന്നുള്ളതാണ്. അതല്ലേ പറഞ്ഞ ഏജ് ലിമിറ്റേ ഇല്ല. പഠിക്കാൻ മനസ്സുണ്ടോ ആർക്ക് വേണമെങ്കിലും യോഗ പഠിക്കാം. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കുന്നു. ഓരോരുത്തരോടുള്ള ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതിന് ആദ്യം അറിയേണ്ടത് അവർക്ക് എന്തൊക്കെ അസുഖമുണ്ട്. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രായമുണ്ടോ, ചെറുപ്പക്കാരാണ്, പെട്ടെന്ന് ഈ ക്ലാസ്സിൽ കയറ്റില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. അവരുടെ അസുഖങ്ങളെപ്പറ്റി എല്ലാ കാര്യവും എഴുതാൻ പറയും. അവരുടെ മാത്രമല്ല, അവരുടെ പേരൻസിൻ്റെ, ഗ്രാൻഡ് പേരൻസിൻ്റെ 2 സൈഡിലും ഹെറിഡിറ്ററി ആയിട്ട് സാധ്യതകൾ. ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യണം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കേരള കണക്ട്, ആരാണ്? എന്റെ പേര് നിർമ്മല എന്നാണ്. ഓക്കെ, മാറുന്ന ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? സ്ഥലം അറിയാൻ. നെടുമങ്ങാട് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നാണ്. സംസാരിച്ചോളൂ. എന്റെ സംശയം എന്ന് വെച്ചാൽ ഈ PCOD ഉള്ളവർക്ക് യോഗയിലൂടെ PCODയുടെ എന്തെങ്കിലും, നമുക്ക് PCODയുടെ അതുപോലെയുള്ള എന്തെങ്കിലും ഹോർമോൺസ് ഒക്കെ നമുക്ക് PCOD ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ യോഗയിലൂടെ പറ്റുമോ എന്നുള്ളതായിരുന്നു ഡൗട്ട്. തീർച്ചയായിട്ടും യോഗ സ്റ്റാർട്ട് ചെയ്താൽ ലേഡീസിനെ സംബന്ധിച്ച് ആദ്യം മാറുന്നത് സ്ത്രീകൾക്ക് ഹോർമോണൽ ഇഷ്യൂസ്. അതെ, അതായത് യൂട്രസിൻ്റെ കംപ്ലൈൻറ്റാണ്, പീരീഡ്സൊക്കെ റെഗുലറാകും, പെയിന്, ധാരാളം ചിലർക്ക് വൊമിറ്റിംഗ് സെൻഷൻ, ചിലർക്ക് ക്രാംസ് ഉണ്ടാകും. എല്ലാം മാറുന്നതാണ് യോഗാഭ്യാസം. എൻ്റെ ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ മോളെ, സ്ത്രീകൾക്ക് ആദ്യം മാറുന്ന ഗൈനിക് പ്രശ്നങ്ങളാണ്. അത് അറിയാവുന്ന ആൾക്കാരുടെ ടീച്ചേഴ്സിൻ്റെ കീഴിൽ പോയിട്ട് കറക്റ്റായിട്ടുള്ള ആസനയും അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രാണായാമം, മുദ്ര, ക്രിയം, നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശാസ്ത്രീയമായിട്ട് യോഗാഭ്യാസം പഠിക്കുമ്പം നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും. 2-3 മാസം ആകുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എത്ര ഏജ് വരെയുള്ളവർക്കും പഠിക്കാമെന്നുള്ളതാണ്. പക്ഷേ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ അവരുടെ ഹെറിഡിറ്ററി എന്തൊക്കെയാണ് രോഗസാധ്യതകൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഒരു സംശയം, ഇപ്പം നമ്മൾ ഈ പല ആൾക്കാരുടെയും ഹെൽത്ത് പല തരത്തിലായിരിക്കുമല്ലോ. ഇപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഗൈനക് ഇഷ്യൂസ് ആയിരിക്കും, മറ്റു ചിലർക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കാണും. അപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലേ യോഗയിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഹാർട്ട് പേഷ്യനെ കുറിച്ച് ആദ്യം അവരുടെ ഡോക്ടറൊക്കെ ചോദിച്ച് അനുവാദം വാങ്ങിച്ച് എല്ലാ ഡീറ്റെയിൽസും, ചില കേസിൽ ഞാൻ ഡോക്ടറുടെ പേര്, ഫോൺ നമ്പർ വാങ്ങിക്കാറുണ്ട്, ഞാൻ നേരിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ അവർ എഴുതുന്നതൊക്കെ വെച്ചിട്ട് ഓരോ വേർഡ് ഞാൻ മെഡിക്കൽ ടേംസിൽ പഠിക്കും. എന്ത് അസുഖം, എന്ത് കാരണം കൊണ്ട് ഈ അസുഖം ഉണ്ടായത്, ഇതൊക്കെ പഠിക്കാതെ വെറുതെ അങ്ങ് പഠിപ്പിക്കത്തില്ല. ഈ യോഗയിൽ നട്ടലിന് ഉള്ള ഒരു പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാം. നട്ടലാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും, ഞാൻ പറയും നട്ടലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗൻ. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കാം, നമ്മുടെ ഏറ്റവും എല്ലാ ഇമ്പോർട്ടൻ്റ് ഓർഗൻസും കണക്ട് ചെയ്തൊക്കെ എവിടെയാണ്? സ്പൈനില്ല. ആ സ്പൈൻ, ഇപ്പം ഞാൻ ഇരിക്കുന്നത് തന്നെ ഈ ചെയർ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പൈൻ ഇറക്റ്റാക്കി ഷോൾഡറിനെ പുറകോട്ടെടുത്ത് അരക്കൊട്ടൊന്ന് മനോബലം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക്
ഒരു ബാക്ക് പെയിൻ ഉള്ള വ്യക്തിയായ പോലും ഒരു പ്രത്യേക റിലീഫ് ആയിരിക്കും. സ്പൈൻ എറക്റ്റായ അപ് ടു ആൻ എക്സ്റ്റെൻഡ് സ്പോൺലൈറ്റിസ്, ബാക്ക് പെയിൻ, ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ഒരു പരിധി വരെ ഇരിക്കുന്ന പൊസിഷനിൽ പോലും മാറ്റാൻ പറ്റും. അപ്പം സ്പൈൻ്റെ എറക്റ്റ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിയെ ആദ്യം ഏത് പ്രായമായിക്കോട്ടെ യോഗ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പോസിലെങ്കിലും നട്ടൽ സ്ട്രേറ്റ് ആക്കി ഇരിക്കാൻ പറ്റുമോ നോക്കും. ഇപ്പോൾ താഴെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ചേരിയിരിക്കും, പക്ഷേ എന്തായാലും സ്പൈൻ എറക്റ്റാക്കി ഏതെങ്കിലും ഒരു പോസെങ്കിലും ഇരുന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ ഇതൊക്കെ ബ്രീത്തിങ് ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുമ്പേ കാൽപ്പാകം തൊട്ടുള്ള തലപരയിലേക്ക് ഇച്ചൻ്റെ എവരി ജോയിൻസിനെ അയക്കാൻ പഠിപ്പിക്കും. വെറുതെ അങ്ങ് യോഗ ഇപ്പോൾ ചെറുപ്പക്കാരായ പോലും ബോഡി ഭയങ്കര സ്റ്റിഫായിരിക്കും വ്യായാമം ഇല്ലാത്തവർക്ക്. അപ്പോൾ ആദ്യം അതിന് വാമപ്പ് എക്സസൈസ് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാലിൻ്റെ വിരളിൽ നിന്ന് ആങ്കിളെ മുകളിലോട്ട് പെൽവിക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ അയക്കാൻ വിഷമം. നമ്മുടെ തുളയെടുക്കുമ്പോൾ ഷോൾഡർ എല്ലാ ഭാഗങ്ങളും അയച്ചയച്ച് കാലിൻ്റെ വിരലുകൾ തലവരെ കംപ്ലീറ്റ് ഓർഗൻസിനെയും നമ്മൾ അയക്കാൻ പഠിപ്പിക്കും. അതായത് കഴുത്ത്, ഇപ്പോൾ കൈ തന്നെ, ഫിംഗേഴ്സ്, റിസ്റ്റ്, എൽബോ, ഷോൾഡർ ബ്ലേഡ്, ഇതെല്ലാം കഴിഞ്ഞ് തല, കഴുത്തോട്ട് മുകളോട്ട് നമ്മുടെ തല നെക്കിലാ അതിൻ്റെ ഗുട്ടൻസ് പറയും. നെക്ക് ലൂസ് അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ കഴുത്തിനെ എങ്ങനെ ലൂസാക്കാമെന്ന് വെച്ചാൽ ഒത്തിരി എക്സസൈസ് ഉണ്ട്. മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടൊക്കെ 360 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുണ്ട്. അതെല്ലാം ആസനാസിൽ ഉൾപ്പെടുത്തണം. ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞ് അത് പഠിച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തെ അവർ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോഡിക്ക് ഭയങ്കര സുഖമായിരിക്കും, ഭയങ്കര റിലാക്സ് ആയിരിക്കും. അത് കഴിയുമ്പം അടുത്ത 1-2 ക്ലാസ് കഴിയുമ്പം ഇരുത്തിയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സിൽ അവർക്ക് ഇരുത്തിയിട്ട് ഇപ്പോൾ ഇരിക്കാമെങ്കിൽ ബെഡിൽ ഇരിക്കാം, ബെഡിൽ കാലൊക്കെ നീട്ടിയിരിക്കാം, ചെയറിൽ ഇരിക്കാം. സ്പൈൻ ആയി കഴിയുമ്പോൾ പിന്നെയാണ് ഇതൊക്കെ ഡീപ്പ് ബ്രീത്തിങ്. പ്രാണായാമം പഠിക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ് ചെയ്തിട്ട് വേണം യോഗയിൽ ആദ്യം പ്രധാനപ്പെട്ട ദീർഘശ്വാസ വ്യായാമം പഠിക്കണമെങ്കിൽ. അപ്പോൾ വാമപ്പൊക്കെ ചെയ്ത് ബോഡിയൊക്കെ അയച്ച് അവർക്ക് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയി കഴിയുമ്പം അവർക്കൊരു മാനസികമായിട്ട് കോൺഫിഡൻസ് വരും. എനിക്കിരിക്കാൻ പറ്റും, എനിക്ക് നട്ടിലൊക്കെ സ്ട്രേറ്റ് ആക്കാൻ പറ്റും, ബാക്ക് പെയിനൊക്കെ ഒഴിവാക്കാൻ പറ്റും, എനിക്കും യോഗ പഠിക്കണം, എനിക്കും ഹെൽത്തി ആകാനുള്ള ആ ഒരു വന്നു കഴിയുമ്പം അവരെ പതുക്കെ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് പഠിക്കും. അതോടൊപ്പം തന്നെ കയ്യും കാലൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, സ്ട്രെച്ചിങ് ഒക്കെ പഠിപ്പിക്കും. ലൈറ്റ് ഡീപ്പ് ബ്രീത്തിങ് പറയും. ദീർഘശ്വാസ വ്യായാമത്തിൻ്റെ കൂടെ ബോഡിക്ക് സ്ട്രെച്ചിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സർക്കുലേഷൻ കൂടും, ബോഡിക്ക് നല്ല അയവ് വരും. അതൊക്കെ ബേസിക് സ്റ്റെപ്സാണ്. ആരോഗ്യത്തേക്കുള്ള ചവിട്ടുപടികളാണ്. ഓക്കെ. അപ്പം ഞാനൊരു ചോദ്യം നമുക്ക് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് വിനായകൻ, മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇപ്പോൾ മുതൽ യോഗ ക്ലാസ്സിന് അയക്കാമോ എന്നാണ് ചോദിക്കുന്നത്. 7 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തീർച്ചയായിട്ടും. പക്ഷേ അവർക്ക് പഠിപ്പിക്കുന്ന ഗുരു അവർക്കറിയാം 12 വയസ്സാകുന്നവരെ അവരെ ടച്ച് ചെയ്ത് കൈയും കാലും പിടിച്ച് പൊക്കി എന്താക്കുകയും ചെയ്യില്ല. അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ കണ്ട് മനസ്സിലാക്കി 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണക്കാരെ പോലെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പഠിപ്പിക്കാവുള്ളൂ. ഓക്കെ. അടുത്ത ഒരു സംശയം, ഒരു ചോദ്യമുള്ളത്, ഈ നമ്മൾ നട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ബ്രാഞ്ചസ് ഓഫ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഇപ്പം സൂംബ ഡാൻസ് അല്ലെങ്കിൽ എയറോബിക്സ്, പിന്നെ ജിമ്മിൽ പോകുന്നവരുണ്ട്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ എന്താണ് മറ്റ് എക്സസൈസുകളിൽ നിന്ന് യോഗയെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? ഇതെല്ലാം എക്സസൈസ് എല്ലാം നല്ലത് തന്നെയാണ്. യോഗയുടെ കമ്പയർഡ് ടു ഓൾ ഓഫ് എക്സസൈസ് യോഗയിൽ പ്രാധാന്യം എക്സ്ട്രാ പ്രാണായാമം. പ്രാണായാമത്തിനോട് ചെയ്യുന്ന യോഗാഭ്യാസം അല്ല, വേറെ ഒന്നുമില്ല. ഈ പ്രാണായാമം എടുത്ത് ചെയ്യുമ്പം ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ലങ്സ് ഇപ്പം എന്ത് പ്രാണായാമം, പ്രാണനെ കൺട്രോൾ ചെയ്യാം, ശ്വാസം. ഈ ശ്വാസം മോള് തന്നെ ജനിച്ചപ്പോൾ തൊട്ട് അമ്മ പ്രസവിച്ച് ഇപ്പോൾ വരെയുള്ള ശ്വാസം ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അമ്മയുടെ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾ 10 മാസം സുരക്ഷിതമായിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് അമ്മ പ്രസവിച്ചിട്ട് ഈ നിമിഷം വരെ നിങ്ങളുടെ ബ്രീത്ത് ഉണ്ട്. അതിന് ശ്വാസം എന്ന് പറയും പ്രാണൻ. ശരിക്കും പ്രാണൻ അതല്ല. പ്രാണൻ ഒരു ലിക്വിഡ് ഫോമിൽ എയറിലുള്ള സബ്സ്റ്റൻസ്. അത് ഓക്സിജൻ്റെ കൂടെ ശ്വാസത്തിൻ്റെ കൂടെ നമ്മൾ വലിച്ചെടുക്കുന്ന ഈ പ്രാണനെ സാധാരണക്കാരി പറയും പ്രാണൻ. ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുണ്ട്. അതിനാണ് അയാമ പറയുന്നത്. പ്രാൺ പ്ലസ് അയാമ, നിയന്ത്രണം എന്ന് പറയും. അതിനൊക്കെ നമുക്ക് ഓർഗൻസ് ഉണ്ട്. നമുക്ക് വായിക്കകത്തൊരു
ആർച്ച് പോയൊരു ഭാഗമുണ്ട്, അതിനകത്ത് കുഞ്ഞിൻ്റെ നാക്കുണ്ട്. ഈ ഓർഗനാണ് ശരിക്കും പറഞ്ഞാൽ പ്രാണായാമം ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ദീർഘശ്വാസം പഠിക്കുക, ദീർഘശ്വാസ ഉച്ഛ്വാസ വ്യായാമം. ഇൻ ഷോർട്ട് പറയുമ്പം ദീർഘശ്വാസം പറയും, ഇംഗ്ലീഷിൽ ഡീപ്പ് ബ്രീത്തിങ് പറയും. പക്ഷെ ശരിക്കുള്ള പേര് ദീർഘശ്വാസ ഉച്ഛ്വാസ വ്യായാമം. ഇത് പഠിക്കാൻ ടെക്നിക്കുണ്ട്, മനസ്സുണ്ട്. അപ്പം ആദ്യം ഇതല്ല പഠിപ്പിക്കുന്നത്. ഇരിക്കാൻ പഠിച്ചു, ബോഡി അയക്കാൻ പഠിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് പഠിക്കുന്ന മുമ്പായിട്ട് ആദ്യം പഠിപ്പിക്കും എന്താണ് ബ്രീത്ത്, എന്താണ് ശ്വാസം. ശ്വാസം അറിയാൻ പഠിക്കണം. അപ്പം മോളുടെ ശ്വാസത്തെ നമ്മൾ ഫീൽ ചെയ്യണം അല്ലേ? ഫീൽ ചെയ്ത് ഒരു ശ്വാസത്തിൽ കൂടി എത്ര വോളിയം ഓഫ് എയർ അകത്തോട്ട് പോകുന്നുണ്ട്, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നുണ്ട്, ആദ്യം നമ്മളെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം. അതിന് പഠിക്കാനും രീതികളുണ്ട്. ഇപ്പം എതിരെ നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിൻ്റെ രണ്ട് ഭാഗത്തേക്ക് അല്ലേ, കയറി അകത്തോട്ട് പോയി ലങ്സിലോട്ട് പോകുന്നതിനൊക്കെ ടെക്നിക്കുണ്ട്. അതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികളായാൽ പോലും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ആ തൊണ്ടക്കൈക്ക് ഒരു ബലം കൊടുത്തിട്ട് കൊച്ചു കുട്ടികൾ വലിയവർക്കാണെങ്കിൽ അതിന് പ്രത്യേകം അതിനൊക്കെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറയും. അപ്പോൾ മൂക്ക് എക്സ്ട്രാ ശ്വാസം കയറ്റാൻ ചിലപ്പോൾ അത്രയ്ക്ക് പറ്റിയില്ലെങ്കിൽ മൂക്കൊന്ന് ഡൈലേറ്റ് ചെയ്യാൻ പറയും. എങ്ങനെ ഡൈലേറ്റ് ചെയ്യാം? ഒന്ന് തുറക്കാം, ഒന്ന് മൂക്ക് തുറന്നിട്ട് ശ്വാസം അകത്തോടുക്കാൻ ഇവിടെ ബലം കൊടുത്തിട്ട് എടുക്കാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് അവരെ സ്നേഹത്തോടെ, കുട്ടികളെ പഠിപ്പിക്കാൻ രീതിയുണ്ട്. അവരെ സ്നേഹത്തോടെ, അവരെ തമാശയെക്കൂടെ, കളിയിക്കൂടെ പഠിപ്പിക്കുന്നത്. വലിച്ചു കയറ്റുന്ന ശ്വാസം ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇച്ചിരി സമയം കഴിയുമ്പോൾ നമ്മൾ ലങ്സാത്തൊക്കെ ഒരു ഫാക്ടറിയാണ്. അവിടെ കോടിക്കണക്കിന്, ചില കുട്ടികൾക്കൊന്നും 7 വയസ്സും 12 വയസ്സുള്ള പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതൊന്നും പറഞ്ഞില്ലേലും അതിൽ നിന്ന് അശുദ്ധവായു വരും, അതിനെ പിടിച്ച് കളയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കളയുന്ന ടെക്നിക്ക് പഠിപ്പിക്കും. അതുപോലെ തന്നെ പിടിച്ച് കളയാനൊക്കെ പഠിപ്പിക്കും. അത് ചെയ്യുമ്പോൾ അവരും പഠിക്കും. അഡൾട്ട്സിനെ ആകുമ്പോൾ കറക്റ്റ് മെത്തേഡിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എനിക്കൊരു ചോദ്യമുള്ളത്, അതായത് ഈ നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പലതരത്തിലുള്ള വ്യായാമങ്ങൾ, ഇപ്പം യോഗയുടെ തന്നെ ഇപ്പോൾ ഫേസ് യോഗ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്, ആൾക്കാരത് കണ്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയത അല്ലെങ്കിൽ സയൻറ്റിഫിസിറ്റി എത്രത്തോളമാണെന്നുള്ളത് ഇത് ചെയ്യുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എത്രത്തോളം അറിയാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ യോഗ ശാസ്ത്രത്തിൽ ഈ പറയുന്ന ഫേസ് യോഗ പോലുള്ള സംഭവങ്ങളുണ്ടോ? ഉണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷെ അവരെ കുറ്റം പറയാൻ ഞാനാണല്ല. എല്ലാം നല്ലതാണ്. എല്ലാവരും ഇപ്പം മോഡേൺ യുഗത്തിൽ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ആൾക്കാർ യങ്ങർ ജനറേഷൻ അവർ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ഈസ് വെരി ഗുഡ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഫേസ് യോഗ ഇല്ല. ഞാൻ പഠിച്ചേക്കുന്ന ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം പഠിച്ചിറങ്ങി. പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യോഗാചാര്യ ചിദംബരം മാഷിൻ്റെ കീഴിൽ ശരിക്കും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ തയ്യാറാക്കിയത് അദ്ദേഹമാണ്. മറ്റേ എനിക്കൊരു ബാക്ക് പെയിന് വേണ്ടി പഠിക്കാൻ പോയത്. 4 വർഷം ഞാൻ കേറ്ററിംഗ് പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ചതേ ഉള്ളൂ. പഠിപ്പിക്കാൻ ഏമൊന്നുമില്ലായിരുന്നു. ചിദംബരം മാഷ് അദ്ദേഹമാണ് എന്നെ ഈ ഒരു ഫീൽഡിൽ. അദ്ദേഹവും ഞങ്ങൾക്കൊന്നും ഫേസ് യോഗയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ശരിക്കുമുള്ള യോഗ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫേസ് യോഗ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ അതിന്റെ ശാസ്ത്രീയത്തോളം ഇല്ല. അപ്പൊ അതുകൊണ്ടുണ്ടാകാവുന്ന ഡീമെറിറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെ തെറ്റായ കുഞ്ഞുങ്ങൾ വല്ല ബ്ലുക്കോ അവിടെയൊക്കെ പിന്നെ ചീക്സ് ബോണിനൊക്കെ വല്ല സ്ഥാനചലനമോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മളെല്ലാം കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഇൻ ഷോർട്ട് അല്ലേ? ആരെയും അതിനെ കുറ്റം പറയാനൊന്നും ഞാനാണില്ല. അപ്പൊ നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജോർജ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കാം. ഓക്കെ സർ, മാറുന്ന ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചോദിക്കാം ചോദ്യം. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചത് ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പൊ ഞാൻ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ നടക്കുന്നത് യോഗ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതങ്ങനെ തുടർന്നാൽ മതിയോ? നമ്മൾ അതിനായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഷുഗറുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതുണ്ടോ? അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോനെ, നടക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നടപ്പൊരിക്കലും ഒഴിവാക്കല്ല. പിന്നെ യോഗാഭ്യാസത്തിൽ കൂടെ എൻ്റെ അറിവിൽ മറ്റുള്ള എക്സസൈസിനെ കമ്പയർ ചെയ്യുമ്പം യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് യോഗാഭ്യാസത്തിൽ കുറേ വ്യായാമങ്ങളുണ്ട്. പാൻക്രിയാസിനെ പ്രവർത്തനിച്ച് കൂട്ടി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള എൻ്റെ അറിവിൽ ഒരേ ഒരു എക്സസൈസേ ഉള്ളൂ യോഗാഭ്യാസം. എൻ്റെ അറിവിലാണ് പറയുന്നത്. അപ്പോൾ അതിന് ധാരാളം
യോഗാഭ്യാസ മുറകൾ ശാസ്ത്രീയമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് യോഗമുദ്രാസനങ്ങൾ ധാരാളമുണ്ട്. യോഗമുദ്ര എന്ന് പറയുന്നത് പല വേരിയേഷൻ അഡ്വാൻസ് സ്റ്റേജസ് ഉണ്ട്. പശ്ചിമ ഉത്താനാസനമുണ്ട്, ബാണാസനമുണ്ട്, ധാരാളം ആസനസ് ഉണ്ട്. അത് ചെയ്ത് നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും. ഭയങ്കര എഫക്റ്റീവാണ്. ഓരോ മാസം ഡോക്ടർ ഒരു സംശയം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒത്തിരി ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് യോഗ ട്രെയിനിങ് അങ്ങനെ നമുക്ക് ക്യാപ്സൂളായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ആക്ച്വലി നമ്മളിത് എവിടെ നിന്നാണ് ശരിക്കും നമ്മളിത് പഠിക്കേണ്ട? നമ്മളിത് എവിടെ പോകണം? നമുക്കത് ഗവൺമെന്റ് സംവിധാനം വല്ലതും ഉണ്ടോ? അല്ല നമ്മളെങ്ങനെ യഥാർത്ഥ ആൾക്കാരെ തിരിച്ചറിയും? അത് ഇപ്പോൾ ധാരാളം സ്ഥലത്ത് ഇഷ്ടംപോലെ നല്ല നല്ല വിദ്യാഭ്യാസം, നല്ല നല്ല അറിവുള്ള യോഗാചാര്യന്മാരും ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ തിരക്കിയിട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയി പഠിക്കാൻ പറ്റുന്ന നിങ്ങളുടെ വീടിന് അടുത്തുള്ള നല്ല സ്ഥാപനങ്ങൾ നോക്കിയിട്ട് അവിടെ പോയിട്ട് ഗുരുവിൻ്റെ നേരിട്ടുള്ള ഗുരുമുഖത്തു നിന്ന് കേട്ട് പഠിക്കുന്നതും നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടു പഠിക്കുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ആസനമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ 72,000 കൂടുതൽ നാടികളുള്ള നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ചില നാടികൾക്ക് എന്തെങ്കിലും ബലക്ഷയം വരികയോ കഴുത്തിനൊക്കെ ഉളുക്ക് വരികയോ ഡിസ്കിന് 24 വെട്ടിപ്പോൾ നമ്മുടെ സ്പൈന് ഏതെങ്കിലും ഒരു സ്പൈന് സ്ഥാനം ചലനം വന്നു പോകുകയോ ചാൻസ് അതെ. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഒരു ഗുരുമുഖത്ത് നിന്ന് ശരിക്കും അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ പഠിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അമ്മ, ഞാൻ ഒരു ചോദ്യമുള്ളത്, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുള്ള ആൾക്കാരുണ്ടാകാം. അപ്പോൾ അവർക്ക് ദിവസം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സ്വന്തമായിട്ടൊരു വെൽ ബീയിങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ യോഗ സംബന്ധമായി പറയുകയാണെങ്കിൽ അത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസോ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമോ എന്നുള്ളതാണ്. 5 മിനിറ്റും 10 മിനിറ്റും ഒന്നും പറ്റില്ല. എന്ത് പഠിക്കാൻ പറ്റും? ഇല്ല, പഠിക്കാൻ പറ്റില്ല. യോഗയുടെ വാക്കിനർത്ഥം, യോഗയ്ക്ക് ധാരാളം ഡെഫിനിഷൻസ് ഉണ്ട്. യോഗ എന്ന് വെച്ചാൽ തന്നെ യോഗം ചെയ്യുക, കൂട്ടിച്ചേരുക, യൂണേറ്റുക, ബിൻഡുക, അതുപോലും പഠിപ്പിക്കണമെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ എടുക്കും ശരിക്കും. പിന്നെ ഒന്നും പഠിക്കാൻ ഭാഗ്യമില്ലാത്ത ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പല കാലം കൊണ്ട് പൈസയുടെ കാര്യമല്ല പറഞ്ഞത്, വീട്ടിൽ പോകാനുള്ള അസൗകര്യം ഉണ്ടാകും എന്തെങ്കിലും. അപ്പോൾ അവൾക്കിപ്പോൾ ഇതുപോലത്തെ ഫോൺ എങ്ങനെ യോഗ? അമ്മ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ, കേരള കണക്ട്, ആരാണ്? എന്റെ പേര് നാരായണൻ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? കോട്ടയം. ഓക്കെ, ഗിരിജാമ്മയോട് സംസാരിക്കാം, ചോദ്യം ചോദിച്ചോളൂ. ഹലോ മാഡം, എനിക്ക് ഇപ്പം 45 വയസ്സുള്ള ആളാണ്. ഓക്കെ. ഞാൻ ഒരു 3 വർഷമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ആളാ, ജിമ്മിൽ പോകുന്ന ആളാ. കേൾക്കുന്നുണ്ട്. നമുക്ക് ജിമ്മിൽ പോകുന്ന ആൾക്ക് നമുക്ക് യോഗയുടെ പരിശീലനം കൂടെ ഒരുമിച്ച് നടത്താൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. രണ്ടും ഒരുമിച്ച് പോകുന്നതിന്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നൊന്ന് പറഞ്ഞുതരാം. രണ്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ജിമ്മിൽ പോയി ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാമെങ്കിൽ ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫിറ്റ്നസ് ആയില്ല. യോഗ ഇൻറ്റേർണലിയാണ് എക്സ്റ്റേണലി ഒരുപോലെ ഫിറ്റാക്കുന്ന യോഗാഭ്യാസം. അപ്പോൾ യോഗാഭ്യാസങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യ അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കഴിവ് യോഗാഭ്യാസം തരാൻ പറ്റും. ഞങ്ങൾ ജിമ്മിൽ പോകുന്ന രാവിലെ 7 മോർണിംഗിനാണ് പോകുന്നത്. യോഗ സാധാരണ രാവിലെ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ജിമ്മിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് യോഗ ചെയ്യാൻ പറ്റുമോ, അതോ വൈകുന്നേരത്തേക്ക് മാറ്റാൻ പറ്റുമോ? യോഗ രാവിലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയുള്ളൊരു കാര്യമുണ്ടോ? ഒരു നിർബന്ധമില്ല. യോഗ രാവിലെ ചെയ്യാൻ പറഞ്ഞേക്കുന്ന പ്രധാന കാരണം വയർ എംറ്റി ആകുക എന്നുള്ളതാണ്. യോഗാഭ്യാസം വയറിനകത്ത് യൂറിനും മോഷനും ആഹാരം ഒക്കെ ഉണ്ടെങ്കിൽ യോഗാഭ്യാസം ചെയ്യാൻ പാടില്ല. വയർ എപ്പോഴും ഓർഗൻസ് എല്ലാം അത് ഇങ്ങനെയുള്ള അവയവങ്ങൾ എംറ്റി ആയിരിക്കണം. ഡൈജഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്ലാഡറൊക്കെ എംറ്റി ആയിരിക്കുന്ന സമയത്താണ് യോഗ ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുന്ന അല്ലാത്തവർക്ക് എല്ലാവർക്കും ആ സമയത്ത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ലൈറ്റ് മീലാണെങ്കിൽ 1.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ, ഇറ്റ് ഡിപ്പെൻഡ്സ് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട് അതനുസരിച്ച് സമയം കിട്ടണം. മിനിമം ഒരു
2 ഇഡ്ഡലി 2 ദോശ ഒക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ കഴിക്കുന്നതാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കും. പിന്നെ ജിമ്മിൽ പോകുന്നവരായാലും പോയിട്ട് എക്സസൈസ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് യോഗ ചെയ്യാം. ഈ ലഞ്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഒരു അര പേരൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. നോൺ വെജാണ് കഴിക്കുന്നതെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ പെട്ടെന്ന് കൂടി യോഗ ചെയ്യേണ്ട, ഒരു കോഫിയൊക്കെ കഴിച്ച് ഒരു ബോഡി ബാത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും മിനിമം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് യൂറിനായി പോയി കഴിഞ്ഞിട്ട് യോഗ ചെയ്യാവുള്ളൂ. എത്ര ബ്ലാഡറൊക്കെ എം ടി ആകുന്നോ അത്രയും സുഖമായിട്ട് നമുക്ക് യോഗ ചെയ്യാൻ പറ്റും ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ രാത്രിയിൽ 7-8 കഴിഞ്ഞാൽ പിന്നെ യോഗ ചെയ്യരുത്. കാരണം നമ്മുടെ സലൈവ, നമ്മുടെ ഉമിനീരിൻ്റെ ഘടന പോലും മാറും. കാരണം ആൽക്കലിയിൽ നിന്ന് ഉമിനീര് അസിഡിക്കാവും. 9 മണി കഴിഞ്ഞാൽ യോഗ ചെയ്യേണ്ട. 8 മണിക്ക് മുമ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് വൈകി ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിലോ പക്ഷെ എന്നാ പോലും പാടില്ല എന്നുള്ളത്. എന്നാൽ പോലും പാടില്ല. ഓക്കെ, ഹെൽത്തി ആകണമെങ്കിൽ. അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ പറയാറുണ്ട്, 9 മണി കഴിഞ്ഞാൽ എൻ്റെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ചിദംബരം മാഷ്. അദ്ദേഹം 9 മണിയൊക്കെ കഴിഞ്ഞാൽ കഴിയുമ്പോൾ 8 മണി കഴിഞ്ഞാൽ യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കഴിക്കുന്ന ഭക്ഷണം പോലും 7:30 മുമ്പ് കഴിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഉറക്കം ഡൈജഷൻ കഴിഞ്ഞ് ഉറക്കം ഭയങ്കര സുഖമാകും. ഉറങ്ങാൻ കുറച്ച് ലേറ്റായും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ 8 മണി 9, 10 ആയാൽ കുഴപ്പം. പക്ഷേ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും 7:30 7:00 മുമ്പ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ഹാബിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിച്ചാൽ പിന്നെ യോഗ ചെയ്യാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ള സമയമായിരിക്കാനമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ മാറി വരുന്ന ജീവിത ശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കേരള കണക്റ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഗിരിജാമി നായർ അമ്മയാണ്. അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. വൺസ് അഗൈൻ മാറുന്ന ജീവിത ശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് പ്രശസ്ത യോഗ ട്രെയിനർ, തെറാപ്പിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഗിരിജാമയാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോവാണ്. നമ്മൾ കോളറിന് മുമ്പ് പറഞ്ഞത് ഒന്ന് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് വരാം. ഇതിപ്പോൾ ഈ ചെയർ പോലും ശരിയല്ല, താന്നിരിക്കുമല്ലേ. പക്ഷേ ഇത് ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഒട്ടും യോഗ പഠിക്കുക എവിടെയും പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റായിട്ടുള്ള കുറച്ച് ആസൻസ് അവരുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ളതല്ല, ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയർ എടുക്കണം. നട്ട് സ്ട്രെയിറ്റ് ആക്കി ഇരിക്കാൻ പറ്റുന്ന ചെയറാണെങ്കിൽ ഏറ്റവും നല്ലത്. കഴിയുന്നതും താഴെ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ താഴെ ഇരുന്ന് ചെയ്യാമെങ്കിൽ കാലൊക്കെ നീട്ടി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈസി സുഖാസനത്തിൽ ചെയ്യാൻ പറ്റും. ഒട്ടും പറ്റാത്ത ആൾക്കാർക്ക് ബെഡ് ഇരുന്നിട്ട് കാല് നീട്ടി താഴെ വെച്ചിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബെഡ് ചാരി ഇരുന്നുകൊണ്ട് കാല് നീട്ടി അവിടെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇത് ഇപ്പം ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നാളെ തുടർന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ടത് ചെയ്ത് നോക്കിയിട്ട് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ചെറുതായിട്ടുള്ള ഒരു 3-4 വ്യായാമങ്ങൾ, അതിന് വാമപ്പ് എക്സസൈസ് പറയും. അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ യോഗ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊക്കെ ബോഡി അയക്കുന്ന സിമ്പിൾ സ്റ്റെപ്സാണ്. പക്ഷെ അത് ബോഡി ഭയങ്കര സുഖം ഒക്കെ ഒരു ടെക്നിക്കാണ്, അയവ് കിട്ടും. അപ്പം നട്ടിൽ കാൽപ്പാടം അടുപ്പിച്ചിരിക്കുക. ഇരുന്നിട്ട് ആദ്യം നട്ടലിനെ സ്ട്രെയിറ്റ് ആക്കാൻ പഠിക്കുക. സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഷോൾഡറിനെ പുറകോട്ട് എടുക്കണം. തല, കഴുത്ത്, നട്ടൽ ഒറ്റ ലൈനിൽ കൊണ്ടുവരണം. ഇതേ പിടിച്ചെത്തണമെങ്കിൽ വേണ്ടത് അരക്കെട്ടിനെ ഒന്ന് ടൈറ്റ് ആക്കാൻ പഠിക്കണം. അതായത് ബെൽറ്റ് കൊടുത്ത് ഈ മാർഷൽ ആർട്സൊക്കെ ചെയ്യുമ്പോൾ കളരി, ജൂഡോ, പിന്നെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ അരക്കെട്ട് ടൈറ്റാക്കുന്ന കച്ചകെട്ടിൽ നമുക്കൊരു കച്ചയും വേണ്ട. നമ്മുടെ യോഗ ചെയ്യുന്നവർക്ക് മനസ്സിൻ്റെ ശക്തി മതി. മനസ്സാ ബെൽറ്റ് ആക്കുന്നതാണ്. മനസ്സുകൊണ്ട് ബെൽറ്റ് പോലെ അരക്കെട്ടും കൊണ്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ സ്പൈൻ പിന്നെ അനങ്ങത്തില്ല. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ കാലിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതൊക്കെ സ്ട്രെയിറ്റ് ആക്കുക. ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാൽപാദം, കാലിൻ്റെ വിരളിൽ നിന്ന് ഓരോ ജോയിൻസിനും നമ്മൾ അയക്കാൻ പോവാം.
കാപ്പ് മസിൽസ്, തൈ മസിൽസ്, പെൽവിക് റീജിയൻ. പെൽവിക് റീജിയൻ ഇരുത്തുമ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറ്റുന്നത് കാണിച്ചു തരാം. അപ്പോൾ ടോസ് വിരലുകൾ, നമിക്ക മീൻസ് നമസ്കാരം പറയുന്ന പോലെ കാലിൽ വിരലുണ്ട്. ടോന്നമൻ ഇങ്ങനെ, ആങ്കിള്, ഇത് രണ്ടും കൂടെ എളുപ്പം ഒന്ന് ചെയ്യാൻ പ്രത്യേക സുഖമാണ്. അപ്പോൾ ടോന്നമനും ആങ്കിൾ ബെൻഡിങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ലൂസ്, ടൈറ്റ്, ലൂസ്, ഇതിന് നമ്മൾ ഈ മുട്ടിൻ്റെ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ചെയ്യുന്നത്. ഇത് സർക്കുലേഷൻ കൂട്ടാനാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ കിട്ടും. ആ ടൈറ്റ് ലൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ എത്ര തവണ ചെയ്യണമായിരിക്കും? കാല് കഴിക്കുന്നത് ചെയ്യാം. ഓക്കെ, മിനിമം ഒരു 5-6 പ്രാവശ്യങ്ങളും മതി തോന്നുമ്പോൾ നിർത്താം. അത് കഴിയുമ്പോൾ ഇനി ഈ കാലിനെ റൊട്ടേറ്റ് ചെയ്യുക. കൂട്ടിമുട്ടാത്ത പോലെ ഒരടിയെങ്കിലും അകറ്റുക. എന്നിട്ട് ആങ്കിളിനെ ഇങ്ങനെ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാം. ഇനി കാപ്പ് മസിൽസ്, ഈ കാപ്പ് മസിൽസ്, തൈ മസിൽസ് ഒക്കെ താഴെ ഇപ്പോൾ എഫക്റ്റ് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെ സൈഡ് വേസ്, അപ്പ് ആൻഡ് ഡൗൺ. ഈ കാപ്പ് മസിൽസ്, തൈ മസിൽസ് നല്ല പോലെ ഇളകി മാറി ഭയങ്കര സുഖം ചെയ്യാം. ഇനി പെൽവിക് റീജിയൻ അകറ്റണമെങ്കിൽ നമ്മൾ ചിത്രശലഭം ഇരുന്ന് ഇങ്ങനെ വിങ്സ് ചെയ്യുന്ന പോലെ താഴെ ഇരുന്നിട്ട് അത് അപ്പോൾ ഇതിനകത്ത് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാൽപാദം നമസ്തേ പറയുന്ന പോലെ കാൽപാദം വെച്ചതിന് ശേഷം മുകളിലേക്കും താഴേക്കും കുറച്ചൊന്ന് അരക്കെട്ടിന് ഭാഗത്തോട് കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് കൂട്ടി ഇങ്ങനെ ബട്ടർഫ്ലൈ പൊസിഷൻ അല്ലേ? ബട്ടർഫ്ലൈ, രണ്ട് വിങ്സ് കൂടി ഇങ്ങനെ ബട്ടർഫ്ലൈ ചെയ്യുന്ന പോലെ കാല് ചെയ്യാം. അത് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു കാല് വെച്ച് ഒരു ചിത്രശലഭത്തിന് ഒരു വിങ്സ് അങ്ങ് ഒടിഞ്ഞു പോയി, അതിന് ഒരു ചിറകേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന പോലെ ഈ ഒരു കാലിനെ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാല് കൊണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ചിത്രശലഭത്തിന് ഒരു വിങ് അങ്ങ് പോയി ഒരു സൈഡിൽ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗം അയഞ്ഞ് വരും. പെൽവിക് സൈഡ്. ഇപ്പോൾ രണ്ട് ഭാഗമാകുമ്പോൾ ഒരുപോലെ ആയി വരും. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വിഷമം ഈ ഭാഗത്തിന് അയക്കാണ്. ഈ ഭാഗത്തിന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊക്കെ നമുക്ക് 1 ഏജിലൊക്കെ സ്പ്ലിറ്റ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാല് കഴിയുമ്പോൾ ആ കാല് ഇതൊക്കെ ഇങ്ങനെ കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മസിൽസ് ക്രാമ്പ് ഉണ്ടാകും, ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് കൈ കൊണ്ട് പിടിച്ച് താഴെ വെച്ചിട്ട് അടുത്ത കാല് വെച്ച് ചെയ്യണം. പൊക്കി വെച്ചിട്ട് ആ സൈഡ് നല്ല പോലെ ഇങ്ങനെ കുലുക്കി ചെയ്യാം. ഇതിന് പ്രാണായാമം, ഏകാഗ്രത, അങ്ങനെ പ്രത്യേകിച്ച് ധ്യാനം ഒന്നും വേണ്ട, ചെയ്യാവുന്നതാണ്. ഏത് സമയത്ത് ചെയ്യാം. ഇത് കഴിയുമ്പോൾ കാലിൻ്റെ കഴിയുമ്പോൾ മോൾ ഭാഗം 5 ഫിംഗേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ 4 വിരലിനെ കിട്ടുള്ളൂ. തമ്പ് അകത്താക്കുമ്പം ഈ 4ൻ്റെ പ്രഷർ കഴിയുമ്പോൾ തമ്പിനും കൂടെ നല്ല വ്യായാമം കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി നെയർ പോയിൻറ്റ്സ് ഉണ്ട്. നല്ല പോലെ ഇങ്ങനെ ടൈറ്റാക്കുക, ലൂസാക്കുക ഉണ്ട്. അത് കഴിയുമ്പോൾ റിസ്റ്റ് നല്ല പോലെ മിക്കവാറും എല്ലാം ഈ കൈയുടെ കുഴ സ്റ്റിഫായിട്ട് ഇപ്പോൾ ക്ലോക്ക് വൈസ്. അപ്പോൾ നല്ല ആ ആംഗിളിൻ്റെ ഭാഗം, റിസ്റ്റിൻ്റെ ഭാഗം ഭയങ്കര. ഇനി ടെന്നീസ് എൽബോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ചെയ്യാൻ വയ്യ, എനിക്ക് ഷട്ടിൽ കളിക്കാൻ വയ്യ. അപ്പോൾ അവർക്ക് 2 കൈ ഷോൾഡർ ലെവലിൽ വെച്ചിട്ട് പ്രാണായാമം പഠിച്ചു കഴിഞ്ഞാൽ പ്രാണായാമം ഇൻഹേൽ ചെയ്യുക, ബ്രീത്തിങ് ഒന്നും ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുക, ഭൂമിക്ക് പാരലായിരിക്കണം. എന്നിട്ട് 5 വിരൽ ഷോൾഡർ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം മനസ്സുകൊണ്ട് ഈ ഭാഗത്ത് നല്ല ബലം, ഈ ബലത്തിലാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. സ്ട്രെച്ച് ചെയ്യുക, ഇൻഹെയിൽ എക്സെയിൽ. പ്രാണായാമം പഠിച്ചു കഴിഞ്ഞാൽ ബ്രീത്തിങ് എന്നുവെച്ചാൽ ഡീപ് ബ്രീതിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സെയിൽ ഒരു 2-3-4 കഴിയുമ്പോഴത്തേക്ക് കൈ കഴിക്കും. അപ്പോൾ ആണെങ്കിൽ ഒന്ന് ഷോൾഡർ സോക്കറ്റ് വെച്ചിട്ട് 3-4 ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം. ഇതൊക്കെ ഇരിക്കുന്ന ചെയർ ഇതും ചെയ്യാൻ പറ്റും. ഇത് തന്നെ സൈഡിലുണ്ട് ആസ് വൈഡ് ആസ് പോസിബിൾ ലങ്സ് എക്സ്പാൻഷൻ വെച്ചിട്ടുണ്ട്. ഇൻഹെയിൽ എക്സെയിൽ, ഭയങ്കര സുഖമാണ്. ഇൻഹെയിൽ എക്സെയിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് സമയമായിട്ട് ഒരു കോളർ വെയിറ്റ് ചെയ്യണം, അപ്പോൾ അതിലേക്കൊന്ന് പോകാം. ഹലോ, കേരള കണക്ട് ആരാണ്? നമസ്കാരം, എൻ്റെ ഒരു ശബരിനാഥാണ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, മാറുന്ന ജീവിതശൈലിയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗിരിജാമ്മയുടെ കൂടെ ചോദിച്ചോളൂ ചോദ്യം. ഓക്കെ.
യെസ്, ചോദിച്ചോളൂ. മാഡം, ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയാണ്. അവളിപ്പോൾ 8 month പ്രഗ്നന്റ് ആണ്. അപ്പം ഈ രാവിലെയുള്ള സൂര്യ നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഈ പ്രഗ്നന്റ് സമയത്ത് ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 8 മാസമായ സ്ഥിതിക്ക് ഇനി സൂര്യനമസ്കാരം 8 മാസമായി. 8 മാസമായെങ്കിൽ സൂര്യനമസ്കാരം ചെയ്യുമ്പം താഴോട്ട് നമസ്കരിക്കുകയോ അല്ലെങ്കിൽ സർപ്പാസം ഒന്നും എടുക്കാൻ പാടില്ല. അതിന് പകരം ഹാഫ് പ്ലാങ്ക്, ഫുൾ പ്ലാങ്ക് ഒക്കെ ഉണ്ട്. അത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓരോ കാല് പുറകോട്ട് വെച്ച് അശ്വസഞ്ചാലനാസം ചെയ്യുമ്പോൾ മുട്ടുമടക്കി ചെയ്യുന്നതിന് പകരം ഓരോ കാല് ബാക്കോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഹാഫ് പ്ലാങ്ക് ആകും. രണ്ട് കൈ ചെയ്ത് കഴിയുമ്പം പിന്നെ നമസ്കരിക്കുന്നതിന് പകരം ഫുൾ പ്ലാങ്ക് എടുക്കണം. എന്നിട്ട് അവിടുന്ന് സർപ്പാസം എടുക്കുമ്പോൾ ഭൂമിയിൽ മുട്ടിക്കാതെ പെതുക്കെ ചെയ്യാം. പക്ഷേ 8 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും സൂര്യനമസ്കാരം ചെയ്യാതിരിക്കുന്ന നല്ലത്. ഇത്രയും നാൾ ചെയ്തല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ വേഗം ബാക്കി ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ഇപ്പം ആദ്യമായിട്ട് യോഗ പഠിക്കുന്ന ഒരാൾ പ്രാണായാമയും ആസനയും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെയുണ്ടോ? പലരും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പെർഫെക്ഷൻ കിട്ടില്ല. സ്ഥിരം സുഖം ആസനം എന്ന് പറയും. ഏതെങ്കിലും ഒരു പോസിൽ സ്ഥിരമായിട്ട് സുഖമായിട്ട് നട്ടിൽ സ്ട്രേറ്റ് ആക്കിയിട്ട് ഇരിക്കാൻ പഠിക്കാതെ പ്രാണായാമം എടുത്തു കഴിഞ്ഞാൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. പ്രാണായാമത്തോട് ശ്രദ്ധിക്കാൻ പറ്റില്ല. പ്രാണായാമം ശ്രദ്ധിക്കുമ്പോൾ ആസനയിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടിൻ്റെയും ഫലം കിട്ടില്ല. അപ്പം എപ്പോഴും ഒരു യോഗ പഠിക്കുന്ന കുട്ടി ആദ്യം ഏതെങ്കിലും ഒരു പോസിൽ, ഈസി പോസിലോ ദണ്ഡാസനത്തിലോ ഇരുന്നിട്ട് നട്ടിൽ സ്ട്രേറ്റ് ആക്കി ഈ പറഞ്ഞ പോലെ സ്പൈൻ എറക്റ്റ് ആക്കി അതിൽ ആദ്യം ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞ് പെർഫെക്ഷൻ കിട്ടി കഴിയുമ്പോഴേ ബ്രീത്തിൻ്റെ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, അതാണ് ലഘു പ്രാണായാമം പറയും, ദീർഘശ്വാസ വ്യായാമം. ഓക്കെ. ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ശീലങ്ങൾ, അതുപോലെ നമ്മുടെ ഭക്ഷണ ശൈലി, രീതി, അതിൻ്റെ സമയക്രമം, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പാലിക്കേണ്ടതുണ്ടോ? അതൊന്ന് പറയാമോ? ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, യോഗ പഠിക്കുന്ന കുട്ടി ആദ്യം കഴിയുന്നതും ബോഡി ശുചിത്വം, അഴുക്കൊക്കെ പോഴ്സ് ഇപ്പം ക്രീമൊക്കെ വരുത്തി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുക, രാവിലെ എണീച്ച് യോഗ ചെയ്യുന്ന വെച്ചാൽ പോഴ്സ് പോലും ശ്വസിക്കാറുണ്ട്, ബ്രീത്തിൻ്റെ എഫക്റ്റ് വരാറുണ്ട്. അപ്പോൾ ഒന്ന് ബോഡി ബാത്ത്, തല കുളിച്ചാൽ ബോഡി ബാത്ത് എടുത്തിട്ട് വേണം യോഗ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ യോഗ ഒരു ഡിവൈൻ ആർട്ടാണ്. അപ്പോൾ ആ ഡിവൈൻ ആർട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവിക കല പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടൊരു അത് പാലിക്കണമെങ്കിൽ ഒരു ദൈവമേ എന്നുള്ളൊരു ചിന്തയോടുകൂടി കുളിക്കാതെ നമ്മൾ അമ്പലങ്ങളിലോ പള്ളിയിലോ പോകാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. അല്ല ബോഡി, പിന്നെ മൂന്നാമത് ഫ്ലെക്സിബിലിറ്റി. ബോഡി കുളിച്ച് കഴിയുമ്പോൾ ബോഡി ഡബിൾ ഫ്ലെക്സിബിൾ ആകും. ഇറ്റ്സ് ഫാക്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്. പിന്നെ ആഹാരം, കോഫിയോ ടീയോ കഴിച്ചാലും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയാതെ യോഗ ചെയ്യരുത്. അത് യൂറിനായിട്ട് പോയി കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി യോഗ ചെയ്യലും. ലഘു ഭക്ഷണമാണെങ്കിൽ 1.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ 2 ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ എണീറ്റ് കഴിയുന്നതും ഒഴിഞ്ഞ വയറിൽ തന്നെ യോഗ ചെയ്യുന്നതാണ് അത്യുത്തമം. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അവർക്കായി പറഞ്ഞേക്കുന്നത് ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ചെയ്യാന്നുള്ളത്. ഉച്ചക്ക് ചെയ്യാമല്ലോ, ഉച്ചക്ക് ചെയ്യും, വൈകുന്നേരം ചെയ്യും, രാത്രി തന്നെ നമ്മുടെ ഉമിനീരിൻ്റെ ഘടന മാറുന്നതുകൊണ്ടാണ് 8 മണിക്ക് ശേഷം പാടില്ല എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കേരള കണക്ട്, ആരാണ്? ശരണ്യ. എവിടുന്ന് വിളിക്കുന്നു? തിരുമല. അമ്മയോട് ചോദിക്കാം ചോദ്യം. ഹലോ മാഡം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. മാഡം, എനിക്ക് ചെറിയൊരു സ്പോണ്ടിലോസിസിന്റെ പ്രശ്നമുണ്ട്, ടെന്നീസ് എൽബോയുടെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് സൂര്യ നമസ്കാരം അതുപോലത്തെ വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതിന് വേരിയേഷൻസ് ഉണ്ട്. സ്പൈന് കുഴപ്പം, കഴുത്തിന് കുഴപ്പമുള്ള ആൾക്കാർ, എൽബോയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതിന് വേരിയേഷൻ കൊടുത്ത് പഠിക്കാൻ പറ്റും. അത് ഒരു ഗുരുവിൻ്റെ അണ്ടർ ഒരു ഗൈഡിൻ്റെ, അതായത് ശരിക്കും അറിയാവുന്ന ഒരു ഗുരുവിൻ്റെ നിയന്ത്രണത്തിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഈ സാധാരണ യോഗ പരിശീലനത്തിൽ വരുത്തുന്ന തെറ്റുകൾ കണ്ടുവരുന്ന എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അതായത് കറക്റ്റ് പ്രാണായാമം എടുക്കാതെ യോഗാഭ്യാസം ചെയ്യുമ്പോൾ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ആസനം ഏത് ഓർഗനെ
എങ്ങനെ ബാധിക്കും ഒക്കെ അറിയാതെ ചെയ്യുമ്പം അത് നേരെ വിപരീത ഫലം ചെയ്യും. എല്ലാ ആസനയും ഒരുപോലെ അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഗുണത്തിന് വേണ്ടി ചെയ്യുന്നത് ദോഷമായി ഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതല്ലേ. അപ്പോൾ ശരിക്കും ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചറിന്റെ അടുത്ത് പോയി ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ബുക്ക് നോക്കി ഞങ്ങൾ പഠിച്ചാൽ പോരെ. അതെ. ഇപ്പം ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചാലും അവർക്ക് എന്തുകൊണ്ടാണ് ശരിയാകത്തില്ല. ബുക്ക് നോക്കിയൊന്നും യോഗ പഠിക്കാൻ പറ്റില്ല. അത് ശരിക്കും അറിയാവുന്നവരുടെ കീഴിൽ പഠിച്ചെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതെ. അടുത്ത ഒരു കോൾ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കേരള കണക്ട് ആരാണ്? കണ്ണൂരിന്ന് ദിനേശനാണ്. ഓക്കെ സംസാരിച്ചോളൂ, ചോദ്യം ചോദിക്കാം. അത് മാമിന്റെ അടുത്ത് ചോദിക്കാൻ എന്റെ വൈഫിന് വേണ്ടിയിട്ട് ആണ്. ഒരു വലത് കാലിന്റെ മടമ്പ് ഭാഗം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു വേദന പോലുണ്ട്. അതിന് യോഗയിൽ എന്തെങ്കിലും പ്രതിവിധിയായിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൻ്റെ തലയ്ക്കലോ അല്ലെങ്കിൽ ഭിത്തി ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചിട്ട് കാലിൻ്റെ വിരൽ കുത്തിക്കൊണ്ട് ഹീല് പൊക്കണം. ഹീല് പൊക്കിയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പഠിക്കണം. എവിടെയെങ്കിലും പിടിച്ചിട്ട് ഹീല് പൊക്കി വിരലിലോട്ട് ഭാരം കൊടുത്തുകൊണ്ട് വെയിറ്റ് കൊടുത്തുകൊണ്ട് ബോഡി വെയിറ്റ് 5 വിരലിലോട്ട് കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഉപ്പൂറ്റി പൊക്കി കാല് സ്ട്രെച്ച് ചെയ്യുക താക്കുക അങ്ങനെ പഠിക്കുക. പിന്നെ ഉപ്പൂറ്റി താഴെ വെച്ചിട്ട് നടക്കാൻ പഠിക്കണം. ടോസ് നടക്കാൻ പഠിക്കണം. കാൽപാദത്ത് നല്ലപോലെ വ്യായാമം കൊടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോർണമെൻറ്റ്, ആംഗിൾ ബെൻഡിങ്, ആംഗിൾ റൊട്ടേഷൻ അങ്ങനെയൊക്കെ വെള്ളം കൊടുക്കാം. വ്യായാമം നന്നായിട്ട് ചെയ്യണം. നടക്കാൻ പഠിക്കണം. പിന്നെ സ്റ്റെപ്പ് കയറുന്നത് നല്ലതാണ്. അതൊക്കെ പിടിച്ചുകൊണ്ട് കയറാൻ ഇറങ്ങാൻ പഠിക്കുക. കാൽപാദം നല്ലപോലെ വ്യായാമം കൊടുക്കാൻ പഠിക്കുക. അതിന് മാം ഒരു സംശയം കൂടി. അതിന് പിന്നെ നമ്മൾ എണ്ണയോ മറ്റോ എന്തെങ്കിലും അങ്ങനെ തേക്കേണ്ട ആവശ്യം വരുമോ? ഓയിൽ മസാജ് ചെയ്യുന്നതല്ല, വേണ്ട എള്ളെണ്ണയൊക്കെ രാത്രി കിടക്കുന്ന മുമ്പായിട്ടൊക്കെ കാലിൻ്റെ പാദത്തിൽ വെച്ച് നല്ലപോലെ തേച്ച് ചൂടാക്കണം. കൈ കൊണ്ട് ചൂടാക്കിയിട്ട് ഉറങ്ങുന്ന മുമ്പായിട്ട് തുടച്ച് കളയോ ചെയ്തിട്ട് വേണം ഒരു ബെഡിലൊന്നും എണ്ണയാകാതിരിക്കാനായിട്ട് പഴയ ഏതെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കാല് വെച്ചിട്ട് സോപ്പിട്ട് കഴുകരുത്. ആ ഓയിൽ മസാജ് കൊടുത്തിട്ട് കിടക്കുന്ന നല്ലതായിരിക്കും. അത് എള്ളെണ്ണ വളരെ നല്ലതാണ്. ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം നമ്മൾ ഈ യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസിന് അപ്പുറത്തേക്ക് ഒരു ജീവിത രീതി കൂടെയാണല്ലോ അല്ലേ? അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യോഗ ആധികാരികമായി പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ യോഗയും മതവും ഒക്കെയായി ചേർത്ത് പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെ ഒരു യോഗ സയൻറ്റിഫിക്കലി പഠിച്ചൊരു ട്രെയിനർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ പണ്ടൊക്കെ, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒത്തിരി മാറി വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് അത് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴാണ്. ഓഫ്ലൈൻ ഇവർ വന്നു കഴിയുമ്പം വീട്ടിൽ പേരൻസ് ആരുമില്ലല്ലോ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേട്ട് അവരെല്ലാം ഭൂമി നമസ്കരിച്ച് ഭൂമി ദേവി, കാരണം യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭൂമി ദേവിയെ നമസ്കരിച്ചിട്ട് വേണം. ഇത് ഓഫ്ലൈൻ ക്ലാസ് പണ്ട് പഠിപ്പിക്കും, കോവിഡ് മുമ്പ് പഠിപ്പിക്കുമ്പം അവർക്കതൊന്നും പ്രശ്നമില്ല. വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഓൺലൈൻ വന്നപ്പോഴത്തേക്ക് കുറേ പേര് അവർ ചിലപ്പോൾ അവർ കേൾക്കുന്നത് അവർക്കറിയാം, പറയുന്നു മാം ഞങ്ങൾ ചെയ്യുന്നില്ല, ഇല്ലോസ് ഉണ്ട് ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുമായിരുന്നു. ഓം ചാൻഡ് ചെയ്യത്തില്ല, സൂര്യനമസ്കാരം എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഭൂമി ദേവി എർത്ത് ഹിന്ദുക്കൾക്ക് മാത്രം ഉള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. സൂര്യനമസ്കാരം സൂര്യൻ ഹിന്ദുക്കൾക്ക് ഉള്ളതാണോ? ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഹിന്ദുയിസം ഒന്നുമല്ല, ഇത് കാസ്റ്റ്, ക്രീഡ്, റിലീജിയനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് ഇത് പറയുന്നത്. അത് അവർക്ക് ഞാൻ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ ആണെങ്കിൽ മിക്കവാറില്ല, ഇപ്പോൾ ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ അവർ പലരും കാണുന്നുണ്ടാകും. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ലേറ്റായിട്ട് വന്നിട്ട് ആദ്യം ചിലപ്പോൾ നമ്മൾ നമസ്കരിക്കലും പ്രെയറും ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യും. ബ്രീത്തിങ് ടെക്നിക്ക് കഴിഞ്ഞിട്ട് ഒത്തിരി ടെക്നിക്കുണ്ട്. അതിന് യോഗ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ യോഗാഭ്യാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇടയ്ക്ക് അവർ എന്തെങ്കിലും കാരണം ലേറ്റ് ആകുവാണെങ്കിലും നമ്മൾ പറയും ആദ്യം ചെയ്യാനുള്ള ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തല ക്ലീൻ ചെയ്ത് തലയ്ക്കാൻ ക്ലീൻ ചെയ്ത് അതിന് 2-3 ടെക്നിക്കുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങാനും മറന്നു പോയി എല്ലാം കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പം വൈൻഡപ്പ് ചെയ്യുമ്പം പറയും, അമ്മ ഞങ്ങൾ ഓം ചാൻഡ് ചെയ്തില്ല, ഞങ്ങൾ അത് ചെയ്തില്ല എന്ന് പറയും. ഇങ്ങോട്ട് പറയും.
കാരണം അവർക്കത് മനസ്സിലായി, അതിൻ്റെ എഫക്റ്റ് മനസ്സിലായി കഴിഞ്ഞു. അതെ അതെ ഒത്തിരി അനുഭവമുണ്ട്. അതെ. ഞാൻ കുറേ മക്കൾ ഇപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവും, അവർക്കറിയാൻ പറ്റും അത്രമാത്രം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓം ചാൻറ്റിങ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം. യോഗയുടെ A to Z എല്ലാവരും പഠിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം മാഡം. കേരള കണക്ട് ആരാണ്? സുജിത്താണ്, ട്രിവാൻഡ്രത്ത് നിന്ന് സുജിത്താണ്. ചോദിച്ചോളൂ ചോദ്യം. മാഡം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് വാദസംബന്ധമായ കുറച്ച് അസുഖങ്ങളുണ്ട്. അപ്പം അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ യോഗ ചെയ്യാൻ കഴിയും, പിന്നെ പ്രാണായാമം പോലുള്ളത് ചെയ്യാമോ എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പം മോൻ ചോദിച്ചതിനകത്തുള്ളത് എല്ലാം ചെയ്യാൻ പറ്റും. ബ്രീത്തിങ് ടെക്നിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പിലുള്ള ആണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാമോ? അപ്പം മോൻ യോഗ ചെയ്യാറുണ്ടോ? എനിക്ക് സിമ്പിളായിട്ടുള്ള യോഗമാണ് ചെയ്യുന്നത്. അപ്പം ദീർഘശ്വാസ വ്യായാമം പഠിപ്പിച്ചു കൊടുക്കാമേ, പിന്നെ അനുലോമ വിലോമ ഓൾട്ടർനേറ്റ് നോസ് ബ്രീത്തിങ് പഠിപ്പിച്ചു കൊടുക്കാം. ആദ്യം പഠിപ്പിക്കേണ്ടത് നട്ടിൽ സ്ട്രേറ്റ് ആക്കി ഇരിക്കാൻ, നിവർന്ന് നിൽക്കാൻ പഠിപ്പിച്ചിട്ട് 2 കൈയും ശ്വാസം എടുത്തുകൊണ്ട് ആ ബ്രീത്തിങ് കറക്റ്റായിട്ട് പഠിപ്പിക്കണം. 2 കൈ രണ്ടും മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്ത് ശ്വാസം കളയുമ്പോൾ താത്ത്, പിന്നെ 2 കൈ സൈഡിലോട്ട് ലങ്സിന് മാക്സിമം എക്സ്പാൻഷൻ 2 സൈഡിലോട്ട് കൈ സൈഡിലോട്ട് കുറേ ടെക്നിക്കുണ്ട്. അപ്പോൾ ഈ കാണാതൊക്കെ നമുക്കത് ഒന്നുമില്ലെങ്കിൽ നേരെ കൈ പുറകോട്ടും മുമ്പോട്ടും എടുക്കുന്ന എങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഓരോ കാല് മേരുദണ്ഡാസനം എന്നൊക്കെ പറയും. മോൻ യോഗ കുറച്ചൊക്കെ പഠിച്ചല്ലേ? അതിലാണ് ഇതൊക്കെ പഠിക്കുന്നത്, ബേസിക് സ്റ്റെപ്പിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ദീർഘശ്വാസ വ്യായാമം നിന്നോട്ട് പഠിപ്പിക്കാം. നേരെ കിടന്നിട്ട് കൈ രണ്ടും കാൽപാദം അടുപ്പിച്ച് വെച്ച് കാലിൻ്റെ വിരലൊക്കെ നല്ല ടെൻഷൻ കൊടുത്ത് നിർത്തിക്കൊണ്ട് കൈ രണ്ടും പുറകോട്ട് മുട്ട് വളയ്ക്കാതെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്ത് പുറകെ കൊണ്ട് വെച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ ശ്വാസം കളഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തുടയ്ക്ക് സൈഡിൽ താഴെ കൊണ്ട് വയ്ക്കുക. അതൊരു 10-12 പ്രാവശ്യം ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ നമുക്ക് കാണാതെ പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഓരോ കാല് കൈ രണ്ടും താഴോട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് മേരുദണ്ഡാസനം കേട്ടുണ്ടോ? മേരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിൻ്റെ പര്യായമാണ്. മേരുവിനെ ദണ്ട് പോലെ കാൽ പൊക്കി താത്ത് ദണ്ട് പോലെ ബലപ്പെടുത്തുന്ന യോഗാസനം ആയതുകൊണ്ടാണ് മേരുദണ്ഡാസനം പറഞ്ഞിരിക്കുന്നത്. മേരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിൻ്റെ പര്യായമാണ്. അപ്പോൾ നട്ടലിനെ ബലപ്പെടുന്ന യോഗാസനം ചെയ്യുന്ന കാലുകൊണ്ടാണ്. യോഗാസനം അഷ്ടാംഗ യോഗത്തിൽ 7 സ്റ്റേജ് നമ്മൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ മോൻ പഠിച്ചിരിക്കുന്ന ബേസിക് സ്റ്റെപ്പിലൊക്കെ 1-2 സ്റ്റെപ്പ് വരും. ഇപ്പോൾ അമ്മയ്ക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് 2 കൈ തുടക്കി സൈഡിൽ താഴോട്ട് ഫോഴ്സ്, കൈപ്പത്തി താഴോട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഓരോ കാല് മാക്സിമം 45 ഡിഗ്രി കൂടുതൽ പൊക്കരുത്. ആ 45 ഡിഗ്രി എങ്കിലും വരും. അപ്പോൾ ആദ്യം ഒരു 20 ഡിഗ്രി 25 ഡിഗ്രി ഒക്കെ പൊക്കി പെതുക്കെ 45 ഡിഗ്രി വരെ വരാം. അതിൽ കൂടുതൽ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പിടുത്തം കുറയും, നടുവിൻ്റെ ഭാഗത്ത് അതിൻ്റെ എഫക്റ്റ് കുറയും. അതിന് കണക്കുണ്ട്. അങ്ങനെ 2 കാര്യം മാറി ഓരോ സൈഡിലും ഒരു 5 എണ്ണം വീതം പഠിപ്പിക്കാം. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറയണം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം ഞാനൊരു 2-3 ചോദ്യങ്ങളൊന്ന് ക്ലബ് ചെയ്ത് വേഗം, കാരണം നമുക്ക് സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അത് യോഗയ്ക്ക് മരുന്നിനേക്കാളും ഫലമുണ്ടെന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഒരാൾ ദിവസം ഒരു 15 മിനിറ്റ് യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നത്? യോഗ എന്ത് മാറ്റമാണ് അമ്മയുടെ ലൈഫിൽ ഉണ്ടാക്കിയത് എന്നുള്ളത്. ഒപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം ഈ ഫോൺ അഡിക്ഷൻ, അതുപോലെ ഒരുപാട് പേര് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇങ്ങനെ പല അഡിക്ഷൻസിലേക്ക്, അപ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ യോഗ എത്രത്തോളം സഹായകമാണെന്നുള്ളത്. കുട്ടികളെ യോഗ പഠിപ്പിച്ചാൽ ഇപ്പോൾ എല്ലാ സ്കൂളിലും മസ്റ്റ് പഠിപ്പിച്ചിരിക്കണം. കുഞ്ഞുങ്ങളെ യോഗ പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിന് ഒത്തിരി വ്യത്യാസം വരും. ആദ്യമൊക്കെ അവർക്ക് ദേഷ്യം വരും. അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു ടെക്നിക്കുണ്ട്. അങ്ങനെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതോടെ കുറച്ച് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വഭാവം മാറും. മാത്രമല്ല ആരോഗ്യം കൂടും, ബ്രെയിൻ ഷാർപ്പൻ ചെയ്യും, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നോട്ട് ഓൺലി ഇൻ സ്റ്റഡീസ്, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലെ ഇവർ ഓൾറൗണ്ടേഴ്സ് ആകും. ഭയങ്കര എഫക്റ്റീവാണ് യോഗാഭ്യാസം. പിന്നെ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ യോഗ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വയസ്സ് കൂടും, പക്ഷേ ലുക്ക് വൈസ് നമ്മൾ യങ്ങായിരിക്കും. സ്കിന്നൊക്കെ ചുളിയത്തില്ല. നമുക്ക് ഏജ് വൈസ് നമ്മൾ ആക്റ്റീവ്, എപ്പോഴും നമ്മൾ ആക്റ്റീവ് വയ്ക്കുന്നത്. യോഗ രാവിലെ ചെയ്ത് കഴിഞ്ഞ് 15 മിനിറ്റ് ഒന്നുമല്ല, 15 മിനിറ്റ് ഒന്നുമില്ല, മിനിമം ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് എങ്കിലും മിനിമം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൾ ഡേ നമ്മൾ എനർജി കോസ്മിക്ക് നമുക്ക് ഇഷ്ടം പോലെ നമ്മളിലേക്ക്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യായാമമല്ല, നിങ്ങൾ ചോദിച്ചില്ല അതൊന്നും, ശവാസനം, ഡെഡ് പോസ് ആണ് ഏറ്റവും
ഏറ്റവും കൂടുതൽ അസുഖങ്ങളെ മാറ്റാൻ കഴിവുള്ള, ഏറ്റവും കൂടുതൽ പഠിക്കാൻ വിഷമം ശവം, ഏതെങ്കിലും ചത്ത പോലെ കിടക്കുകയാണ് ബോഡിയെ ശവം അങ്ങനല്ല, അത് പഠിക്കാൻ ഏറ്റവും വിഷമം. ശവാസനം പഠിച്ചു കഴിഞ്ഞാൽ BP പ്രധാനപ്പെട്ട മരുന്ന് ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ ഫ്രീ ആണ്. BP നോർമലാകും. അത് പഠിക്കാൻ സമയമെടുക്കും. 1 മാസം എടുക്കും ഒരുവിധം ശവാസനം മാസ്റ്ററാക്കാൻ. അത് മനസ്സുകൊണ്ട് അതിന് ആ വാമപ്പ് പഠിക്കാതെ അത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ 2ാമത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ശവാസനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. പിന്നെ നമ്മൾ യോഗാഭ്യാസം ആസനം സ്റ്റാർട്ട് ചെയ്തത് എക്സസൈസ്. അതെ. അപ്പോൾ ബോഡിയെ കാൽപാദത്തിൽ നിന്ന് അയച്ചു കഴിഞ്ഞ് തളർത്തിയിടാൻ പഠിച്ചു കഴിഞ്ഞാൽ മൈൻഡ് കൊണ്ട് കണ്ണടച്ച് ആദ്യം പ്രപഞ്ചം മറക്കണം. പ്രപഞ്ചം മറന്ന്, ചുറ്റുപാട് മറന്ന്, ഫാമിലിയെ മറന്ന്, നിങ്ങളുടെ പ്രൊഫഷനും കഴിഞ്ഞ്, ഫാമിലി വെച്ചാൽ എല്ലാം, ഭാര്യ ഭർത്താവ് മക്കളെല്ലാം മറന്ന്, ബോഡിയെ മറന്ന് പ്രാണനിലോട്ട് ലയിച്ച് ജീവനെ മാത്രം ലയിച്ചെടുക്കുന്ന സ്റ്റേജാണ് ശവാസനം. ബോഡി ഡെഡ് ശവം പോലെ, പക്ഷേ മനസ്സുണ്ട്, പ്രാണനുണ്ട്, നമ്മൾ 100% കോൺഷ്യസ് ആണ്, പക്ഷേ ബോഡി ഇല്ലാത്ത അവസ്ഥ. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. അതിൽ കൂടെയാണ് ധ്യാനത്തിൻ്റെ 1ാമത്തെ സ്റ്റെപ്പ് ശരിക്കും പറയുന്നത്. 1ാമത്തെ സ്റ്റെപ്പ് ധ്യാനം പഠിക്കാൻ കുറേ സമയമെടുക്കും, ഒത്തിരി ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുന്ന ശവാസനത്തിൽ കൂടെ ഒറ്റ പ്രവൃത്തിയിലോട്ട് ലയിച്ച്, പ്രാണനിലോട്ട് മാത്രം ലയിച്ച്, ബോഡി മറന്ന്, ആന്തരിക ബാഹ്യ ബോഡി മറന്ന്, പ്രപഞ്ചം മറന്ന്, ആ ഒരു പ്രാണനിലോട്ട് ലയിക്കുന്ന ആ സ്റ്റേജിൽ കൂടെ നിങ്ങൾ അറിയാതെ മെഡിറ്റേഷൻ്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴിയാണ്. പഠിച്ചാൽ BP ഒറ്റ മരുന്ന് മതി, ഒറ്റമൂലിയാണ് ശവാസനം. ഒരുപാട് കാര്യങ്ങൾ ഇനി ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഇപ്പം ഏകദേശം ഒരു കടലാണ്. അതെ അതെ അതെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് തന്നെ എനിക്കറിയാം. കാരണം 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് ചോദിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. എന്തായാലും ഈ 1 മണിക്കൂർ സമയം വളരെ വിശദമായി നമുക്ക് എങ്ങനെയാണ് ബേസിക് യോഗ ചെയ്യേണ്ടതെന്നടക്കമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോളേഴ്സിനും അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.